നമസ്കാരം. ആദ്യം കോതമംഗലം SHOയെ സമാധാനമായി ജീവിക്കാൻ വിടില്ലെന്നും പെൻഷൻ വാങ്ങാൻ സമ്മതിക്കില്ലെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തി. അതേക്കുറിച്ച് അന്വേഷിക്കുന്ന ഊന്നുകൽ SHOയെയും സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണിപ്പെടുത്തലിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചു. എന്നിട്ടും ഈ CPM ക്രിമിനൽ തെമ്മാടിക്കു വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ അന്തം കമ്മികൾ രോഷം കൊള്ളുകയാണ്. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഇതൊരു പാർട്ടിയല്ല, വിജയൻ്റെയും ഗോവിന്ദൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ സംഘം മാത്രമാണ് ഈ പാർട്ടി. ആരാണ് ഈ അർജുൻ ആയങ്കി? പാവത്താനായ സഖാവ് അർജുൻ ആയങ്കിയെ UDF സർക്കാർ വേട്ടയാടുന്നുവെന്നാണ് അന്തം കമ്മികളുടെ വാദം. യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുൻ ആയങ്കി? 2021 ജൂണിൽ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിലുണ്ടായ വാഹനാപകടത്തിൽ ചെർപ്പുളശ്ശേരി സ്വദേശികളായ 5 യുവാക്കൾ മരിച്ച സംഭവത്തോടെയാണ് ഇയാളുടെ കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുക്കാൻ എത്തിയ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ചേസിങ്ങിനിടയിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. വിമാനത്താവളം വഴി വരുന്ന സ്വർണ്ണക്കടത്തുകാരെ നിരീക്ഷിച്ച് ആ സ്വർണം കവർച്ച ചെയ്യുന്ന കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രധാന തലവന്മാരിൽ ഒരാളാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശിയായ അർജുൻ ആയങ്കി എന്ന് കസ്റ്റംസ് കണ്ടെത്തി. കരിപ്പൂരിൽ സ്വർണവുമായി എത്തിയ ക്യാരിയറെ സ്വീകരിക്കാനും ആ സ്വർണം തട്ടിയെടുക്കാനും അർജുൻ ആയങ്കി നേരിട്ടെത്തിയിരുന്നു എന്നായിരുന്നു അന്ന് കസ്റ്റംസ് കണ്ടെത്തിയത്. കസ്റ്റംസിൻ്റെ ചോദ്യം ചെയ്യലിനു ശേഷം 2021 ജൂണിൽ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ഇയാൾക്ക് പിന്നീട് ജാമ്യം കിട്ടിയത്. സ്വർണ്ണക്കടത്തിലൂടെയും തട്ടിപ്പിലൂടെയും സമ്പാദിച്ച പണവും സാമ്പത്തിക ഇടപാടുകളും മുൻനിർത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി. സ്വർണ്ണക്കടത്ത് തടയുന്നതിനുള്ള കരുതൽ തടങ്കൽ നിയമമായ കോഫെ പോസയും ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു. ഇനി കോഫെ പോസ എന്ന് കേട്ടാൽ അന്തങ്ങൾ കരുതുന്നത് മയോ ക്ലിനിക്കിൽ നിന്ന് പണ്ട് കാരണഭൂതത്തിന് കിട്ടിയതുപോലെയുള്ള എന്തോ ഒരു അവാർഡ് ആയങ്കിക്ക് കിട്ടിയിരിക്കും എന്നായിരിക്കും. മുമ്പ് DYFI പ്രവർത്തകനായിരുന്ന അർജുൻ ആയങ്കിയുടെ സ്വർണം പൊട്ടിക്കൽ കേസിലെ പങ്കാളിത്തം വലിയ വിവാദമുണ്ടാക്കി. അങ്ങനെ ഇയാളെ പാർട്ടി തള്ളി പറഞ്ഞു. ഇയാളുമായി DYFIക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തള്ളിമറിക്കുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് കൂടാതെ പിന്നീട് വ്യാജ പാസ്പോർട്ട്, വ്യാജരേഖകൾ, സാമ്പത്തിക തട്ടിപ്പ്, ഭാര്യ കൊടുത്ത ലൈംഗിക പീഡന പരാതി തുടങ്ങിയ പല കേസുകളും വീണ്ടും ഇയാൾക്കെതിരെ ഉണ്ടായി. അതായത് കേരളത്തിലെ എണ്ണം പറഞ്ഞ അപകടകാരിയായ രാഷ്ട്രീയ പിൻബലമുള്ള ഒരു ക്രിമിനലാണ് അർജുൻ ആയങ്കി. കണ്ണൂരിലെ പ്രമുഖനായ ഒരു CPM നേതാവിൻ്റെ പിന്തുണ എല്ലാ കാലത്തും ഇയാൾക്ക് കിട്ടിയിരുന്നു എന്നുള്ളത് അങ്ങാടിപ്പാട്ടാണ്. പാർട്ടിയിലുള്ള പലർക്കും ഇതറിയാം. ഇന്നലെ ഇയാളുടെ ഭാര്യ സമൂഹ മാധ്യമത്തിലൂടെ ഒരു ലൈവ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഇയാൾ ചെയ്ത ക്രൂരതകൾ അക്കമിട്ട് അവർ എണ്ണിപ്പറയുന്നുണ്ട്. എന്നിട്ടും പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ള അന്തം കമ്മികളും അന്തം കമ്മിണികളും ഇയാൾക്ക് വേണ്ടി അലമുറയിട്ട് കരയുകയാണ് എന്നോർക്കുമ്പോഴാണ് അത്ഭുതം. താനൊരു കോടീശ്വരനാണെന്നും സ്വർണ്ണക്കടത്തുകാരനാണെന്നും ഒക്കെ വെറുതെ പറയുകയാണെന്നും അതുകൊണ്ട് തനിക്ക് കേസ് നടത്തിപ്പിനായി സാമ്പത്തിക സഹായം ചെയ്യണമെന്നും QR കോഡടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇയാൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഇവനെ വെടിവെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത്. പോലീസുകാരെ പോലും പരസ്യമായി വെല്ലുവിളിക്കുന്നവൻ സാധാരണക്കാരെ എന്തും ചെയ്യാൻ മടിക്കില്ല. ഇത്തരക്കാർ സമൂഹത്തിന് ഭീഷണിയാണ്. ഇവരെ തിരുത്താനും കഴിയില്ല. ഇവർ സമൂഹത്തിൽ നിന്നു തന്നെ ഇല്ലാതാക്കപ്പെടേണ്ടവരാണ്. UPയിലായിരുന്നുവെങ്കിൽ ഇന്നിവൻ്റെ ചരമവാർഷികം പലത് കഴിഞ്ഞേനെ. അതുകൊണ്ടാണ് ആത്തിഖ് അഹമ്മദിനെ പോലെയുള്ള ഗുണ്ടാ തലവന്മാരും കൊടും ക്രിമിനലുകളും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത്. ഇവനെ സമൂഹ മാധ്യമത്തിലൂടെ പിന്തുണയ്ക്കുന്നവരെയും ഇവൻ ആരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും വെറുതെ വിടരുത്. ഇത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സംഭവിച്ചിരുന്നതെങ്കിലോ ആ SHOമാരെ സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യുമായിരുന്നു. കോതമംഗലത്ത് സുഹൃത്തിൻ്റെ കല്യാണത്തിന് വന്ന ഇവനെയും കൂട്ടാളികളെയും വെറുതെ ചെന്ന് പിടിക്കേണ്ട കാര്യം പോലീസിനില്ലായിരുന്നു. കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. ഇത്തരം ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവന്നത് CPM ആണ്. SFIയിൽ വിത്തിട്ട് DYFIയിൽ തഴച്ചു വളർന്ന് CPMലെത്തി പടർന്നു പന്തലിക്കുകയാണ് ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകൾ. ക്രിമിനൽ മനസ്സുള്ളവരാണ് ഇപ്പോഴും ഇവനെ ന്യായീകരിക്കുന്നതെന്നും അവർ നമുക്കിടയിലാണ് ജീവിക്കുന്നത് എന്നുമുള്ളത് ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ്.